തൻ്റെ 4 വയസ്സുകാരൻ മകനെയും തോളിലെടുത്ത് ഖാൻ യൂനിസിലെ കൊല്ലപ്പെട്ട ഹമാസ് രാഷ്ട്രീയ സൈനിക നേതാവ് യഹിയ സിൻവാറിന്റെ തകർന്നു കിടക്കുന്ന വീടിന് മുന്നിൽ നിൽക്കുകയാണ് അബു യൂസഫ്. ദൂരേക്കാണ് അയാളുടെ നോട്ടം. ഉള്ളിൽ സങ്കടക്കടലുണ്ടെങ്കിലും മുഖത്ത് അഭിമാനത്തിന്റെ വിജയത്തിന്റെ തിളക്കമാണ്. എവിടേക്കാണ് അബു യൂസഫ് നോക്കുന്നത്? അബു യൂസഫ് മാത്രമല്ല അവിടെ ഉള്ളത്. അയാൾക്ക് ചുറ്റും ആയിരങ്ങൾ ഇതേ വികാരവായ്പോടെ നിൽക്കുന്നുണ്ട്. എല്ലാവരും ഒരേ ഇടത്തേക്കാണ് നോക്കുന്നത്. അതെ, തങ്ങൾക്ക് പ്രിയപ്പെട്ട മനുഷ്യർ ഇസ്രായേലിൻ്റെ ക്രൂരതകൾ അതിജീവിച്ച് മോചിതരാകുകയാണ് ഈ ദിവസം. അവരുമായുള്ള വാഹനം അല്പസമയത്തിനുള്ളിൽ ഇവിടെ എത്തും. അവരെ വരവേൽക്കാനുള്ള കാത്തിരിപ്പിലാണ് ഈ ആൾക്കൂട്ടം. പലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് ഗ്രൂപ്പിന്റെ പതാകകളുടെയും ഹമാസ് അനുകൂല കറുത്ത ബാനറുകളുടെയും നടുവിലാണ് ആയിരക്കണക്കിന് ആളുകൾ തടിച്ചുകൂടി നിൽക്കുന്നത്. യഹിയ സിൻവാർ ഉൾപ്പെടെയുള്ള തങ്ങളുടെ നേതാക്കളുടെ ചിത്രങ്ങളടങ്ങിയ പ്ലക്കാർഡുകൾ കയ്യിലേന്തിയാണ് ആ ജനതയുടെ നിൽപ്പ്. ഇസ്രായേൽ കൊലപ്പെടുത്തിയ ലെബനനിലെ ഹിസ്ബുള്ള നേതാവ് ഹസൻ നസറുള്ള, യമനിലെ ഹൂത്തികളുടെ നേതാവ് അബ്ദുള്ള മാലിക് അൽ ഹൂത്തി, ഇസ്ലാമിക് ജിഹാദിന്റെ പരേതനായ ഫാത്തി ഷക്കാബി എന്നിവരുടെ ചിത്രങ്ങളും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. ഇസ്രായേൽ എക്കാലത്തെയും ശത്രുവായി പ്രഖ്യാപിച്ചവരിൽ പ്രമുഖനായ സക്കരിയ സുബൈദി ഉൾപ്പെടെയുള്ള ബന്ദികളാണ് വ്യാഴാഴ്ച മടങ്ങിയെത്തിയത്. ഫലസ്തീൻ വിപ്ലവ മുന്നേറ്റമായ ഇന്തിഫാദയുടെ ബുദ്ധികേന്ദ്രമായ സക്കരിയ സുബൈദി നിരവധി തവണ അറസ്റ്റിലാവുകയും വർഷങ്ങളോളം ജയിലിൽ കഴിയുകയും ചെയ്തിട്ടുണ്ട്. ജനീൻ ആസ്ഥാനമായ അൽ-അക്സ രക്തസാക്ഷി ബ്രിഗേഡ് മേധാവിയായിരുന്നു സുബൈദി. സയനിസ്റ്റുകൾക്ക് നേരെ നിരവധി ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയിട്ടുണ്ട് അദ്ദേഹം. നിലവിലെ വെടിനിർത്തൽ കരാറിൻ്റെ ഭാഗമായി പുറം ലോകം കണ്ട ഏറ്റവും പ്രമുഖ പോരാളി നേതാവ് കൂടിയാണ് സുബൈദി. ഇസ്രായേൽ വനിതാ സൈനിക അടക്കം 8 പേരെ ഹമാസ് മോചിപ്പിച്ചതിന് പിന്നാലെയാണ് പലസ്തീൻ തടവുകാരെ ഇസ്രായേലും മോചിപ്പിച്ചത്. 2 വനിതാ ബന്ദികളെയും തായ്ലാൻഡിൽ നിന്നുള്ള 5 തൊഴിലാളികളുടെയും അടക്കം 8 പേരെയാണ് ഹമാസ് ഇസ്രായേലിന് കൈമാറിയത്. ഇതിന് പകരമാണ് ഇസ്രായേൽ 110 പലസ്തീനികളെ മോചിപ്പിച്ചത്. ഇസ്രായേലിൻ്റെ അങ്ങേയറ്റം ക്രൂരമായ ജയിലറുകളിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട ഈ 110 പേരിൽ 30 പേർ കുട്ടികളായിരുന്നെന്ന വസ്തുതയുമുണ്ട്. ഒരു യുദ്ധത്തിലും കുട്ടികളെ തടവിൽ വെക്കുകയോ ആക്രമിക്കുകയോ പതിവില്ലാത്ത കാര്യമാണ്. എന്നാൽ പലസ്തീൻ്റെ കാര്യം വരുമ്പോൾ കൊല്ലപ്പെട്ടവരും പരുക്കേറ്റവരും കൂടുതലും കുട്ടികളാണ്. ഇപ്പോഴിതാ ജയിലറുകളിൽ കിടന്നവരും കുട്ടികളാണെന്ന് തെളിയുന്നു. തൻ്റെ ഗ്രാമത്തിൽ നിന്ന് 5 കിലോമീറ്ററിലധികം നടന്നാണ് അബു യൂസഫിനെ പോലുള്ള സാധാരണക്കാർ മോചിതർ നാടണയുന്നതിൻ്റെ സന്തോഷം കാണാനെത്തിയത്. ബന്ദികളാക്കിയവരുടെ മോചനത്തിന് സാക്ഷ്യം വഹിക്കാൻ 4 മണിക്കൂറിലധികമാണ് ഇവർ കാത്തുനിന്നത്. ഇസ്രായേലി ആക്രമണത്തിൽ വീടും ബന്ധുക്കളും നഷ്ടപ്പെട്ടതിൻ്റെ വേദന അല്പം കുറയുന്നത് ഇത്തരം ആനന്ദം നിറഞ്ഞ നിമിഷങ്ങളിലാണെന്ന് അവർ പറയുന്നു. കവചിത പിക്കപ്പ് ട്രക്കുകളിൽ യുദ്ധോപകരണങ്ങളും കറുത്ത വസ്ത്രവും ധരിച്ച ഹമാസിന്റെ പോരാളികൾ അവിടെ റോന്തു ചുറ്റുമ്പോൾ ഫലസ്തീനുകൾ ഏറെ അഭിമാനത്തോടെയാണ് അവരെ വരവേൽക്കുന്നതും കൈവീശി കാണിക്കുന്നതും. പ്രതിരോധ പോരാളികൾ ഇപ്പോഴും ഇവിടെയുണ്ട്, ജീവനോടെയുണ്ട്. അവർ തിരിച്ചടിക്കാൻ കഴിവുള്ളവരാണ്. ഈ കൈമാറ്റം നമ്മെ തകർക്കുന്നതിൽ അധിനിവേശം പരാജയപ്പെട്ടതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് എന്നും പലസ്തീൻ ആകെ ഒരു ജനത ഒന്നാകെ പറയുന്നു. Waytonikah.com, the exclusive Muslim matrimonial site.